ഇന്നൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഉച്ചയ്ക്ക് ഇവിടെ ചെല്ലുമ്പോൾ നജീബ് എന്ന് പറയുന്നൊരു രോഗിയുണ്ട്. പുതിയ ആളാണ്, ഒരു 2 മാസമായുള്ളൂ വന്നപ്പോൾ ഭയങ്കര മാനസിക വെപ്രാളം. നമ്മൾ തിരിച്ചു വിടാൻ വേണ്ടിയിട്ടൊക്കെ തീരുമാനിച്ചതാണ്. ഇന്ന് എന്നോട് പറഞ്ഞു, ഉസ്താദ് എനിക്ക് 2 ദിവസം വീട്ടിൽ പോയി നിൽക്കണം, ഉമ്മയെ കാണണേ. ഞാൻ പറഞ്ഞു, ഉമ്മയെ കാണാൻ 2 ദിവസത്തിന് സബീർ കമ്മനാരി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഉമ്മാന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കും. ഞാൻ പറഞ്ഞു, തളർന്ന് വീണ് കിടക്കുന്ന ഉമ്മാന്റെ കയ്യിൽ നിന്ന് ഈ ഭക്ഷണം കഴിക്കാതെ ഇവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണം തരാം, നീ കൊണ്ടു കൊടുക്കുന്ന അങ്ങനെ മതി. ഞാൻ പറഞ്ഞു, 2 ദിവസം പറ്റൂല, ഇവിടെ നിന്ന് സ്റ്റാഫുകളുടെ കൂടെ വണ്ടിയിൽ വിടാം, എന്നിട്ട് എന്ത് ചെയ്യാം, അവിടെ പോയി ഉമ്മാക്ക് ഭക്ഷണം കൊടുത്ത് ഒന്ന് തലോടി വിഷയം ചോദിച്ച് തിരിച്ചു വരാം, ഉമ്മാക്ക് വേണ്ടിയിട്ടല്ലേ. അതൊക്കെ സംസാരിച്ച് ഞാൻ കാണാമെന്നവരുടെ കൂടെ ഓഫീസിൽ നിന്ന് സംസാരിക്കുമ്പോൾ തൻസീർ ഒന്നെടുത്ത് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഉമ്മതായി ഇപ്പം മരിച്ചു എന്ന് പറഞ്ഞു. ഇത്രയും കാലത്തിന് ശേഷം എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് തോന്നി? അദ്ദേഹം പോടക്കണം പോയി. ഞാൻ പിന്നെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് തോന്നിയെന്ന് ചോദിച്ചാൽ, അത് ഉമ്മയും മോനും തമ്മിലുള്ള ബന്ധമാണ്. ഒരു വെപ്രാളം, ഒരു ആദി. ഉമ്മയെ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. എന്റെ ജീവിതത്തിൽ അദ്ദേഹം അവിടെ വന്നിട്ട് ഇത്ര ക്ലിയർ ആയിട്ട് സംസാരിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞാൽ നടക്കുമെന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം, എനിക്ക് തോന്നുന്നു, അദ്ദേഹം എന്നോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉമ്മ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആ തോന്നൽ വന്നത് ഉമ്മയും മോനും തമ്മിലുള്ള ബന്ധമാണ്. രാത്രി ചിലപ്പോൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം ഉമ്മയെ കാണണം, ഉമ്മ. അതങ്ങനെയാണ്. മോൻ എന്തെങ്കിലും സംഭവിച്ചു, ഉമ്മമാര് ഞെട്ടി ഉണരൂലേ? മോന് ഗൾഫില് ജയിലിലായി ഒരു മകൻ, മോൻ എന്തെങ്കിലും സംഭവിച്ചു, ഉമ്മമാര് ഞെട്ടി ഉണരൂലേ? മോന് ഗൾഫില് ജയിലിലായി ഒരു മകൻ, നാട്ടിലെ ഉമ്മ ഞെട്ടി ഉണർന്നിട്ടുണ്ട്. എത്ര ദൂരം, കത്തില്ല, ഫോണില്ല, ഒന്നും ഒരു വിവരവും ഇല്ല. പക്ഷെ മകനൊരു അപകടം വരുമ്പോ ഉമ്മ ഉണരുകയാണ്, ഉമ്മ കരയാണ്, ഉമ്മ പേടിക്കാണ്, ഉമ്മക്ക് സമാധാനമില്ല. ഉമ്മ പറയില്ല, നെഞ്ചിലൊരു തീ പോലെ മക്കളെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അത് ലോകത്തൊരു ഉമ്മക്ക് മാത്രമേ പറ്റൂ. പക്ഷെ ഇന്ന് ആ ഉമ്മയെ നമ്മുടെ മക്കൾക്ക് വേണ്ട. നിങ്ങളുടെ ഉമ്മാടെ പൊരുത്തം ചോദിക്കാതെ നിങ്ങൾക്ക് റമദാൻ കിട്ടൂല. എന്റെ കടുക്കോടുകാരാ, ഉപ്പാടെ പൊരുത്തം ചോദിക്കാതെ റമദാന്റെ ഒരു അലിഫിന്റെ കൂലി പോലും വല്ലാഹി റബ്ബ് സത്യം നിങ്ങൾക്ക് കിട്ടൂല.